Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. ആവേശം നിറച്ച പ്രചാരണത്തിനൊടുവിൽ പോളിംഗിൽ ആ ആവേശം അല്പം കുറഞ്ഞുപോയി എന്ന വിലയിരുത്തലിൽ കൂട്ടലിലും കിഴിക്കലുമാണ് ഇപ്പോൾ എല്ലാ മുന്നണികളും. എവിടെയാണ് ആ ശതമാനക്കണക്ക് കുറഞ്ഞത്? അതാരെയാണ് ബാധിക്കുക? ഉറപ്പാണ്, ഇനിയുള്ള ഒരു മാസത്തിലേറെ കാലം ആഭ്യന്തര റിപ്പോർട്ടുകളിൽ പാർട്ടികൾ ആ കണക്കെടുത്തുകൊണ്ട് തന്നെയാകും ചർച്ചകൾ നടത്തുക. മേഖലകൾ തിരിച്ചുള്ള കണക്കുകൾ കയ്യിലെത്തുമ്പോൾ നേതാക്കന്മാരുടെ അവകാശവാദങ്ങളൊക്കെ വെറും പൊള്ളയാണെന്ന് ജനത്തിന് മനസ്സിലാകും. പക്ഷേ അണികളെ അനുനയിപ്പിച്ചു നിർത്താൻ ഈ വിജയപ്രതീക്ഷയുടെ വാക്കുകളില്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുകയുമില്ല. ഇതിനിടയിലാണ് യഥാർത്ഥ വിജയക്കണക്ക് വരുന്നത്. അത് മണ്ഡലത്തിലെ ഇനിയുള്ള ദിവസങ്ങൾ പറയും, ഇനിയുള്ള പൾസ് തീരുമാനിക്കും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വോട്ട് പെട്ടിയിൽ എന്ത്? Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു, ഇന്ന് കടന്നു ചെല്ലുന്നു വിവാദങ്ങൾ ഇപ്പോഴും അവസാനിക്കാത്ത വയനാട് മണ്ഡലത്തിലൂടെ. ഒപ്പം UDF ഉരുക്കുകോട്ടയെന്ന് അവകാശപ്പെടുമ്പോഴും പോളിംഗ് കുറഞ്ഞതിൽ വിയർക്കുന്ന എറണാകുളം മണ്ഡലത്തിലൂടെ. ആദ്യം കടക്കുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ ഏറനാട്, നിലമ്പൂരും വണ്ടൂരും എല്ലാം ചേരുന്ന വയനാട് ലോക്സഭാ മണ്ഡലം. വയനാട്ടിൽ 2024 എന്തുകൊണ്ട് പോളിംഗ് കുറഞ്ഞു എന്നതാണ് ചോദ്യം. രാഹുൽ ഗാന്ധിക്ക് 2019 കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ് വയനാട്. കിട്ടിയത് 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷം. മാത്രമല്ല, കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും ഉറച്ച സീറ്റ് എന്ന് അവകാശപ്പെടാവുന്ന മണ്ഡലം കൂടിയാണ് വയനാട്. പക്ഷേ 2024 എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? രാഹുൽ ഗാന്ധിക്കും UDFനും കാര്യങ്ങൾ അത്ര സ്മൂത്താകുന്ന ലക്ഷണമല്ല പോളിംഗ് ശതമാനം നൽകുന്നത്. കഴിഞ്ഞ വട്ടം രാഹുലിന് കൂടുതൽ ഭൂരിപക്ഷം നൽകിയ നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗ് കുറഞ്ഞു. 2009 74.71%, 2014 73.25% വോട്ടുകൾ പോൾ ചെയ്ത വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 2019 പോളിംഗ് ശതമാനം 80.33 ഉയർന്നത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റെക്കോർഡിലേക്ക് ഉയർത്തുന്നതിൽ ഏറെ നിർണായകമായിരുന്നു. കഴിഞ്ഞ തവണ പോൾ ചെയ്തത് 80.33% വോട്ടുകളാണെങ്കിൽ ഇത്തവണ അത് 7% കുറഞ്ഞിരിക്കുന്നു. 73.48 താണിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് UDFന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ വലിയ ഇടിവ് ഇത്തവണ പോളിംഗിൽ പ്രകടമായിട്ടുണ്ട്. കൽപ്പറ്റയിൽ പ്രധാനമായി നോക്കിയാൽ കൽപ്പറ്റയിൽ വോട്ട് ചെയ്തിരിക്കുന്നത് 72.92% പേർ മാത്രമാണ്. ഏറനാട് UDFനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുണ്ട്. അല്പം കൂടി ഭേദപ്പെട്ട ഒരു കണക്ക് അവിടെ നിന്ന് വരുന്നു, 77.32% എന്ന കണക്ക്. ചോദ്യം ഇതാണ്, 2019 രാഹുൽ ഫാക്ടർ ഇത്തവണ പ്രതിഫലിച്ചിട്ടുണ്ടോ? അതോ കൊടി വിവാദം, ലീഗ് വോട്ടുകൾ കുറച്ചോ എന്നീ ചോദ്യങ്ങളെല്ലാം ഉയരുകയാണ്. അതേസമയം എന്താണ് LDF പറയുന്നത്? കൃത്യമായി തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്തു എന്നൊരു ആത്മവിശ്വാസം LDFനുണ്ട്. പാർട്ടി വോട്ടുകൾ പെട്ടിയിലായിട്ടുണ്ടെന്ന് NDAയും പറയുന്നുണ്ട്. അതുകൊണ്ട് വയനാട് ഏത് തരത്തിൽ ചിന്തിച്ചു എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദങ്ങളൊന്നും അവസാനിക്കുന്നില്ല വയനാടിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. വയനാട്ടിൽ കോൺഗ്രസ് PFI സഹായം തേടിയോ? ഉണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിക്കുന്നത്. വയനാട്ടിൽ ജയിക്കാൻ കോൺഗ്രസ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടിയെന്ന് പറയുന്ന മോദി, ഒരു സീറ്റിന് വേണ്ടി പോലും ഒരു ഭീകര സംഘടനയുമായി കൈകോർക്കാൻ കോൺഗ്രസ് തയ്യാറായി എന്ന്
ആരോപിക്കുന്നു. കർണാടകത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ആദ്യം നരേന്ദ്രമോദിയുടെ വാക്കുകളിലേക്ക്. जिसने वोट के लिए पीएफआई जो आतंकवाद को पनाह देने वाला देश विरोधी संगठन जिस पर मोदी सरकार ने प्रतिबंध लगा दिया है, ऐसे पीएफआई आतंकी संगठन का चुनाव में मदद करने के लिए, उनकी मदद लेने के लिए वायनाड में एक सीट जीतने के लिए आप उसको सरेंडर कर रहे हो कि वो चुनाव अगर जीत गए तो पूरे देश का एक्सरे करेंगे, आपकी प्रॉपर्टी का एक्सरे किया जाएगा, बैंक के लॉकर का एक्सरे किया जाएगा, महिलाओं के पास स्त्री धन कितना है, गहने कितने हैं, सोना कितना है, मंगलसूत्र कहां पड़ा है, इसका एक्सरे किया जाएगा। आपकी संपत्ति पर कब्जा करने के बाद कांग्रेस इसे रीडिस्ट्रीब्यूशन की बातें कर रही है, अपनी पसंदीदा वोट बैंक को देना चाहती है। ഏതായാലും തർക്കമില്ല, പോളിംഗിന് ശേഷവും വിവാദങ്ങളിൽ തന്നെ നിൽക്കുന്നു. അപ്പോഴും ദേശീയ ശ്രദ്ധ നേടുക തന്നെയാണ് വയനാട്. CV അനുമോദ് വിശകലനങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. അനുമോദ്, വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം തന്നെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് 2014 2019 രാഹുൽ ഗാന്ധിയുടെ വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എത്തുമ്പോൾ ആ ഉയർന്ന പോളിംഗ് ശതമാനം, വയനാട്ടിലുണ്ടായ 80 കടന്ന പോളിംഗ് ശതമാനം ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ഇത്തവണ ഗണ്യമായ രീതിയിൽ ഒരു കുറവ് വന്നിരിക്കുന്നത് UDFന്റെ ശക്തി കേന്ദ്രങ്ങളായ കൽപ്പറ്റ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ള കണക്കുകൾ വരികയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിൽ ജയം അന്യം നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷേ ആ പോളിംഗ് കുറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചെറിയ ചലനമല്ല ഉണ്ടാക്കുക. ആ തരത്തിൽ UDF ക്യാമ്പ് ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ? അപർണ തന്നെ സൂചിപ്പിച്ചതുപോലെ വയനാട് ജയത്തെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഭൂരിപക്ഷത്തിന്റെ കുറവുണ്ടാകുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഇവിടെ ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. പക്ഷേ പോളിംഗിന്റെ ശതമാനക്കണക്കിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയുടെ 2019 സന്ദർശനങ്ങളും 2024 സന്ദർശനങ്ങളും കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. 2019 അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ആകർഷണീയത അല്ലെങ്കിൽ ചാമിങ് 2024 എത്തുമ്പോൾ വയനാട്ടിൽ ഇല്ല എന്നതൊരു വസ്തുതയാണ്. അദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ, അതായത് 2019 അദ്ദേഹം വരുമ്പോൾ നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ വരുന്നു, ഭാവി പ്രധാനമന്ത്രി വരുന്നു എന്ന തരത്തിലേക്കുള്ള പ്രചാരണം ശക്തമായപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത എല്ലായിടത്തും ലഭിക്കുകയും അദ്ദേഹത്തെ അടുത്ത് കാണാൻ, അദ്ദേഹത്തെ കേൾക്കുവാനും ഒക്കെ ജനലക്ഷങ്ങൾ തടിച്ചുകൂടുകയും അത് അദ്ദേഹത്തിൻ്റെ വോട്ടിങ്ങിൽ കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്തു. പക്ഷേ 2024 ആയപ്പോഴേക്കും അത് മുൻപുണ്ടായിരുന്ന ഒരു അമ്പരപ്പ് മാറിക്കിട്ടി ജനങ്ങളുടെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവ് മാത്രമായി കാണുന്നു. മുൻപുണ്ടായിരുന്ന നെഹ്റു കുടുംബത്തിലെ അംഗം അല്ലെങ്കിൽ രാഹുൽ ഭാവി പ്രധാനമന്ത്രി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഇക്കുറി ഒരു പ്രസക്തിയും ഉണ്ടായിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. ദേശീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് റോഡ് ഷോകളിലൊക്കെ പ്രത്യേകിച്ച് പല ഭാഗത്തും മുൻപ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്ര ഒരു വലിയ സ്വീകാര്യത അല്ലെങ്കിൽ വലിയൊരു ആൾക്കൂട്ടമോ ഉണ്ടായിരുന്നില്ല എന്നതും മറ്റൊരു കാര്യമാണ്. അത് കമ്പാരിറ്റീവ്ലി വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും 2019 അത്ര ഉണ്ടായിട്ടില്ല എന്നൊരു വസ്തുത. ഈ ഒരു രീതി പോളിങ്ങിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. പോളിങ്ങിലെ ശതമാനക്കുറവിലേക്ക് വരികയാണെങ്കിൽ കൽപ്പറ്റയിലാണ് വിവാദമായിട്ടുള്ള ആദ്യത്തെ മാർച്ച് അല്ലെങ്കിൽ റോഡ് ഷോ നടന്നത്. അത് കൊടി ഒഴിവാക്കിയിട്ടുള്ള അത് കൃത്യമായിട്ട് കൽപ്പറ്റയിലെ ഒരുപക്ഷെ ഏറ്റവും അധികം ലീഗുകാർ കൽപ്പറ്റയിൽ നിന്നുള്ള ആളുകാരായിരിക്കും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. ആദ്യത്തെ ആ അനുഭവം ഒരുപക്ഷെ ലീഗുകാർ പുറത്തേക്ക് നേതാക്കളൊന്നും അതിനെക്കുറിച്ച് എതിർപ്പ് പറയണമെങ്കിൽ പോലും താഴെത്തട്ടിൽ വലിയ വികാരമുള്ളതാണത്. അത് ഒരു തരത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട് ഏറനാട്ടിലില്ല എന്ന് ചോദിച്ചാൽ ആദ്യ റോഡ് ഷോ പങ്കെടുത്തതും ഈ ഒരു വിവാദങ്ങളെല്ലാം ഉയർന്നത് കൽപ്പറ്റയാണ്. മറ്റു ജില്ലകളിൽ നിന്നെല്ലാം പ്രവർത്തകർ എത്തി എന്ന് പറയുമ്പോഴും വയനാട് കൽപ്പറ്റ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തകരാണ് അതിൽ കൂടുതൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കുക. ഒരുപക്ഷെ അതും ഈ ഒരു പോളിംഗിന്റെ കുറവിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ഈ ഒരു തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള
റൈറ്റ് അനുമോദ്, അതിനൊപ്പം ഈ പറഞ്ഞു പോകുന്നതിനിടെ കൂടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് CPIയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഏത് തരത്തിലാണ് വോട്ടിംഗ് ശതമാനം ഉയരുന്നത് എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു വിഷയം കൂടി ആയി മാറുന്നത്. ദേശീയ നേതാവായ ആനി രാജ തന്നെ മത്സരിക്കുന്നതുകൊണ്ടാണ്. വലിയ അവകാശവാദങ്ങളുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു വോട്ടിംഗ് ശതമാനം ഉയർത്താവുന്ന ഘടകങ്ങൾ പ്രചാരണ സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷ ഫലവത്താകും എന്നുള്ളൊരു കണക്കൂട്ടലൊക്കെ പാർട്ടിക്ക് അകത്ത് ഉള്ള അതിന് പോളിംഗിന് ശേഷമുണ്ടായ ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ടോ? വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആര് എന്ന് ചോദിച്ചാൽ പ്രചാരണങ്ങളുടെ ശൈലിയും പ്രചാരണത്തിൻ്റെ രീതിയും എല്ലാം കണക്കാക്കുമ്പോൾ ആനി രാജ എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ രാഹുൽ ഗാന്ധിയുടെയും കെ സുരേന്ദ്രൻ്റെയും ആനി രാജയുടെ എല്ലാം പ്രചരണത്തിന് നമ്മൾ പോയതാണ്. ഇവരുടെ എല്ലാം ശൈലി വ്യത്യസ്തമായിരുന്നു. ആനി രാജയുടെ ശൈലി, ആനി രാജയാണ് ഏറ്റവും അധികം തവണ മണ്ഡലത്തിൽ സന്ദർശനം നടത്തുന്നത്. മണ്ഡലത്തിൻ്റെ മുക്കും മൂലയിലും അവരെത്തി, അവർ കണ്ടു, കേട്ടു, അവർ പറഞ്ഞത് ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഒരു ദേശീയ നേതാവായിട്ട് പോലും വയനാട്ടിലെ സാധാരണ താഴെത്തട്ടിൽ ജീവിക്കുന്ന അന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന കർഷകരുടെയും കൂലിപ്പണിക്കാരുടെയും മനസ്സറിഞ്ഞ് സംസാരിക്കുന്ന ശൈലിയിലായിരുന്നു ആനി രാജയുടെ പ്രചരണങ്ങൾ. അത് കൃത്യമായിട്ട് നമ്മൾ ജനങ്ങളുടെ റെസ്പോൺസ് അന്വേഷിക്കുകയും ചെയ്തതാണ്. ജനങ്ങൾക്കൊക്കെ മുൻപ് മറ്റു ഒരു നേതാവിനോട് തോന്നാത്തത്ര സ്വന്തം രാഹുലിനോടൊരു ഉയർന്ന നേതാവിനോട്, ദേശീയ നേതാവിനോടുള്ള ബഹുമാനമാണെങ്കിൽ ആനി രാജയോട് സ്വന്തം ആളോട് എന്ന് തോന്നുന്നതിൽ ബഹുമാനം തോന്നിക്കുന്ന തരത്തിലുള്ളൊരു ശൈലിയാണ് അവരുടെ പ്രചരണത്തിലുണ്ടായിരുന്നത്. കൃത്യമായിട്ട് അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം വയനാട്ടിൽ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു വോട്ടിങ്ങും അവർക്ക് ലഭിച്ച വോട്ടുകളും. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 4,31,000 നിന്നും ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ കണക്ക് അത് 2 ലക്ഷത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. UDF കണക്കാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു കൂടുതൽ വോട്ട് വിഹിതം കൂട്ടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ നിൽക്കുമ്പോൾ നമുക്ക് NDA സ്ഥാനാർത്ഥിയെ കുറിച്ചും പറയേണ്ടി വരുന്നത് BJP അധ്യക്ഷനായതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അനുമോദനം പറയുന്ന പോലെ തന്നെ ഈ PP സുനീർ ഒരു 25% വോട്ടോളം നേടിയപ്പോൾ വെറും 7.25 NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ഒതുങ്ങിയ മണ്ഡലം കൂടിയാണ്. പക്ഷേ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും NDAയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. ആ ഒരു കണക്ക് ആ രീതിയിൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ടോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം? BJPയെ സംബന്ധിച്ച് വയനാട്ടിൽ നടത്താവുന്നതിലെ ഏറ്റവും മികച്ച പ്രചാരണമാണ് BJP നടത്തിയിട്ടുള്ളത്. കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നതുകൊണ്ട് മാത്രം തന്നെ ദേശീയ നേതാക്കൾ അത് ദേശീയ നേതാക്കൾക്ക് വരാനുള്ളൊരു പാലമായിരുന്നു സുരേന്ദ്രൻ എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. രാഹുലിനെതിരെ പ്രചരിപ്പിക്കാൻ, രാഹുലിനെതിരെ പ്രസംഗിക്കാൻ, രാഹുലിനെതിരായ പ്രചാരണം ദേശീയ തലത്തിൽ കൊണ്ടുപിടിച്ച് ആഘോഷിക്കണമെങ്കിൽ വയനാട്ടിൽ കെ സുരേന്ദ്രൻ്റെ പ്രചരണത്തിന് വന്നേ തീരൂ. കാരണം രാഹുലിൻ്റെ മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രചാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ ഏറ്റവും അധികം പ്രചരണം നടത്തിയ മണ്ഡലമാണ് വയനാട്. JP നദ്ദ ആവട്ടെ, സ്മൃതി ഇറാനി ആവട്ടെ, ആസാം മുഖ്യമന്ത്രിയോട് അത്തരത്തിൽ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും എന്നതിന് മോദിയും അമിത്ഷായും ഒഴികെ അത്തരത്തിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, വിവാദങ്ങൾക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സുരേന്ദ്രന് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇതിനു മുൻപ് മത്സരിച്ചവരെക്കാളൊക്കെ വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനു മുമ്പ് 1 ലക്ഷത്തിലധികം വോട്ട് വയനാട് BJP സ്ഥാനാർത്ഥി നേടിയിട്ടില്ല. ആ ചരിത്രത്തിലില്ല. ഏറ്റവും മികച്ച പ്രകടനം 80,000-ഓളം ആണെന്നാണ് 2014 നടത്തിയ. പക്ഷേ അതൊന്ന് വ്യത്യസ്തമായി 1 ലക്ഷത്തിലധികം BJP കണക്കാക്കുന്നത് 1.5 ലക്ഷം എന്നാണ്. അത്ര ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എങ്കിലും 1 ലക്ഷത്തിലധികം വോട്ട് സുരേന്ദ്രന് നേടാൻ കഴിയുമെന്ന് തന്നെ വേണം കരുതാൻ. അവരുടെ പ്രചാരണം അത്രമാത്രം വേറിട്ടതും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കിട്ടുന്ന തരത്തിലുള്ളതുമായിരുന്നു. ദേശീയ നേതാക്കൾ ഊന്നിക്കൊണ്ട് വിശകലനങ്ങൾ നൽകുമ്പോൾ നമ്മൾ ഇതിലൊക്കെ ഒരു കൺക്ലൂഷനിലേക്ക് ഒറ്റയടിക്ക് വരാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രവചനം ഈ 1 മാസം മുൻപ് തന്നെ അസാധ്യമാണ്. എങ്കിലും UDFനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം കുറഞ്ഞത് അത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറച്ചേക്കും എന്നുള്ള ഒരു ഭയം UDF ക്യാമ്പുകളിലുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് UDF ശക്തി കേന്ദ്രത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇടത് മുന്നണിയാണ്. ആനി രാജ നടത്തിയ വ്യാപകമായിട്ടുള്ള വളരെ സജീവമായിട്ടുള്ള പ്രചാരണം തുണയാകുമെന്ന് ഇടത് മുന്നണി കരുതുന്നു. NDAയും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളല്ല 1 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രചാരണത്തിനിറങ്ങുകയും മത്സരിക്കുകയും ചെയ്തതുകൊണ്ട്. കൂടുതൽ വിശകലനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വയനാട് ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവും നമുക്കൊപ്പം ചേരുന്നു. കിരൺ, പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഫാക്ടർ 2024 ബാക്കിയുണ്ടോ? അതും വോട്ടാകുന്നതിൽ എത്രത്തോളം ഇത്തവണയും
വർക്കൗട്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഏത് തരത്തിൽ UDF-നെ ആശങ്കപ്പെടുത്തുന്നുണ്ട്? ഭൂരിപക്ഷം കുറയുമെന്ന് തന്നെ കോൺഗ്രസ് കരുതുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ? അപർണ, വയനാടിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെയും UDF-ന്റെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അവിടെ വിജയിക്കുക എന്നുള്ളതല്ല. കഴിഞ്ഞ തവണ നേടിയ 4,30,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം അത് നിലനിർത്താൻ കഴിയുക, അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുക. അതിന് വല്ലാതെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പരാജയമായി തന്നെ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ള വലിയ വെല്ലുവിളിക്ക് മുന്നിലായിരുന്നു കോൺഗ്രസും UDF-ഉം ആകെ നിന്നത്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ രീതിയിൽ ലീഗിന്റെയും കോൺഗ്രസിന്റെയും അടക്കം കൊടി ഒരുമിച്ച് പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രകടനങ്ങളും ജാഥകളും ഒക്കെ നടന്നെങ്കിൽ അതിനെ ഉത്തരേന്ത്യയിൽ മറ്റൊരു തരത്തിലേക്കാണ് BJP അടക്കം ചിത്രീകരിക്കപ്പെട്ടത്. അത് പാകിസ്ഥാന്റെ കൊടിയാണ് അവിടെ രാഹുൽ ഗാന്ധി പിടിക്കുന്നത് എന്ന മട്ടിലടക്കം പ്രചരണങ്ങൾ വന്നു. അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞില്ല. ഇത്തവണ അത്തരമൊരു ആവർത്ത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൊടി പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള നയമടക്കമാണ് സ്വീകരിച്ചത്. പക്ഷേ അതുകൊണ്ട് വോട്ട് കുറയും എന്ന് ഒരു കാരണവശാലും, അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും അതൃപ്തി ഉണ്ടാകുമെന്നോ കോൺഗ്രസ് കരുതുന്നില്ല. പക്ഷേ ആകെ വോട്ടിംഗ് ശതമാനത്തിൽ 6% കുറവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കുറവുണ്ടാകുമ്പോഴും കഴിഞ്ഞ തവണ ചെയ്ത ആകെ വോട്ടർമാരിൽ നിന്ന് ഏകദേശം 12,000-ഓളം വോട്ടർമാരുടെ കുറവ് മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ആകെ വോട്ടിനേക്കാൾ കാര്യമായ കുറവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു തരത്തിൽ ആശ്വാസമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് നേടിയ ഭൂരിപക്ഷം ഇക്കുറിയും നിലനിർത്താൻ കഴിയും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. മറുഭാഗത്ത് ഇത്തവണ വളരെ നേരത്തെ തന്നെ ആനി രാജയെ CPI-യുടെ ദേശീയ തലത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാവിനെ അവതരിപ്പിക്കുകയും തുടർച്ചയായി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രചരണം നടത്തുകയും വഴി കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയും ആത്മവിശ്വാസവുമുണ്ട് LDF-ന്. അതോടൊപ്പം തന്നെ BJP-യും ഇത്തവണ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെയാണ്. കഴിഞ്ഞ തവണ അവിടെ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു സ്ഥാനാർത്ഥിയായി വന്നതെങ്കിൽ 70,000-അടുത്ത് വോട്ട് മാത്രമാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ K. സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെയാണ് മത്സരിപ്പിച്ചിരിക്കുന്നത്. അതാ K. സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി. ആ രീതിയിലുള്ള പ്രതീക്ഷകൾ മൂന്ന് മുന്നണികൾ വരുമ്പോൾ കിരൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വീണ്ടും ഈ പോളിംഗ് കഴിഞ്ഞിട്ടും വയനാട് വാർത്തകളിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും വയനാട് വിഷയമാകുന്നു. പ്രധാനമന്ത്രി ഇവിടെ പരാമർശം പുറത്തു വരുന്നു. കോൺഗ്രസ് PFIയുടെ സഹായം തേടിയെന്നുള്ള ആ ആരോപണം വരുന്നു. അതിനുള്ള മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വയനാടിനെ വീണ്ടും വാർത്തകളെയും വിവാദത്തെയും ഒക്കെ നടുക്കൽ തന്നെ നിർത്തുകയാണോ? ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ഏത് തരത്തിലുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക? അത്യന്തം ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ PFIയുടെ സഹായം വയനാട്ടിൽ ജയിക്കാൻ വേണ്ടി കോൺഗ്രസ് തേടി എന്നുള്ള ആരോപണമാണ് കർണാടകയിൽ ഉന്നയിച്ചിരിക്കുന്നത്. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ ലീഗിന്റെ കൊടി പിടിക്കുന്നതിലടക്കം അതീവ ജാഗ്രത പുലർത്തിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയത്. ലീഗ് കൊടിക്ക് നടുവിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഒരു ചിത്രം ഉത്തരേന്ത്യയിലേക്ക് പോയാൽ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനെ ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ പറഞ്ഞ് കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന കോൺഗ്രസിന്റെ ദൗർബല്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൊടി ഒഴിവാക്കുക എന്നുള്ള തന്ത്രം കോൺഗ്രസ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയൊരു ആരോപണമാണ് പ്രധാനമന്ത്രി തന്നെ ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. നിരോധിത സംഘടനയുടെ സഹായം തേടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കുന്നത് എന്നുള്ളൊരു സന്ദേശമാണ് കർണാടകയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ ആകെ നൽകാൻ പ്രധാനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ശ്രമം വന്നാൽ കഴിഞ്ഞ തവണ എങ്ങനെയാണോ പാകിസ്ഥാന്റെ കൊടിയാണ് ലീഗിന്റെ കൊടിയെ പാകിസ്ഥാന്റെ കൊടിയായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ചിത്രീകരിച്ചപ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയായത്, അത്തരത്തിലേക്കുള്ള തിരിച്ചടിക്കുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായും ജാഗ്രതയോടുകൂടിയും കോൺഗ്രസ് പ്രതിരോധിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് കോൺഗ്രസിന് മുന്നിൽ തന്നെ ഇനിയുള്ളത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അടക്കം നിർണായകമായ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ് വരാനുള്ളത്. കർണാടകയിലെ ഒരു ഭാഗത്തെ തെരഞ്ഞെടുപ്പും ഇനി നടക്കാനുണ്ട്. ഇത്തരം തെരഞ്ഞെടുപ്പുകളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള വയനാടിനെ സംബന്ധിച്ചിടത്തോളം UDF അവിടെ തോൽവി കരുതുന്നതേയില്ല, ജയം അന്യമായിരിക്കില്ല എന്നുള്ള കാര്യത്തിനകത്ത് തർക്കമില്ല. പക്ഷേ ഭൂരിപക്ഷം കുറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും, ആ തരത്തിലുള്ള പരാമർശങ്ങൾക്ക് വഴിവെക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്ന പോലത്തെയുള്ള വിഷയങ്ങളൊക്കെ വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ഉന്നയിക്കപ്പെട്ടു വരും. അതിനു പുറമെ അമേത്തിയിലും റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ മറ്റ് രാഷ്ട്രീയ മുന്നണികളിൽ നിന്ന് ഉയർന്നു വരും എന്നതിൽ തർക്കമില്ല. അങ്ങനെ വയനാട് പോളിംഗിന് ശേഷവും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ
കടക്കുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളവും എല്ലാ കാലത്തും കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയ ഒരു മണ്ഡലമാണ്. 1952 ശേഷം നടന്ന 17 തെരഞ്ഞെടുപ്പുകളിൽ 14 തവണയും UDF-നെയാണ് എറണാകുളം പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്നത്. ഇത്തവണ പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ആ ഉറപ്പുണ്ടോ എറണാകുളത്ത് കോൺഗ്രസിനും UDF-നും എന്നുള്ളതാണ് ചോദ്യം. വോട്ട് പെട്ടിയിൽ എന്ത്? തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. Join India's number. എറണാകുളത്തിന്റെ വോട്ട് പെട്ടിയിൽ എന്താണ്? എറണാകുളത്ത് പോളിംഗിന് ശേഷം വ്യക്തമാകുന്ന ചിത്രം എന്താണ്? സിറ്റിംഗ് MP കൂടിയായ UDF-ന്റെ ഹൈബി ഈഡനും LDF-ന്റെ KJ ഷൈനും തമ്മിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാന മത്സരമുണ്ടായത്. ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. 2020-ക്കും എറണാകുളത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ആന്റണി ജൂഡാണ് മത്സരിച്ചത്. ഇനി കഴിഞ്ഞ തവണത്തെ 2019 ജില്ലയിലെ കണക്കുകൾ നമുക്കൊന്ന് നോക്കണം. 2019 UDF-ന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ 1,69,053 വോട്ടുകളുടെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് എറണാകുളത്ത് ജയിച്ചത്. 2019 വോട്ട് ചെയ്തത് ഏകദേശം 9,67,000 പേരാണ്. ഹൈബിക്ക് അന്ന് 4,91,263 വോട്ടുകൾ നേടാനായി. LDF-ന്റെ P രാജീവ് മത്സരിച്ചപ്പോൾ 3,22,210 വോട്ടാണ് കിട്ടിയത്. NDAയുടെ അൽഫോൺസ് കണ്ണന്താനത്തിന് 1,37,749 വോട്ടുകളും ലഭിച്ചു. ഇത്തവണ ഈ പ്രതീക്ഷയുണ്ടോ UDF-ന് എന്നതാണ് ചോദ്യം. സംസ്ഥാനത്തൊട്ടാകെ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അത് എറണാകുളത്തും പ്രകടമായിട്ടുണ്ട്. UDF-ന്റെ ഉരുക്കുകോട്ട എന്ന വിശേഷണമുള്ള എറണാകുളത്ത് 2019-നേക്കാൾ 9% പോളിംഗിൽ ഇടിവ് ഉണ്ടായിരിക്കുന്നത്. 77.64% 2019 പോൾ ചെയ്ത വോട്ടുകളെങ്കിൽ ഇത്തവണ അത് 68.27% കുറഞ്ഞിരിക്കുന്നു. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് UDF-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ എറണാകുളം നിയോജക മണ്ഡലത്തിൽ തന്നെ. എറണാകുളം നിയോജക മണ്ഡലത്തിൽ പോളിംഗ് 10% കുറയുകയും ചെയ്തു. എന്താണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് കുറയാനുള്ള കാരണം? ഇനി നഗരത്തിൽ താമസിക്കുന്നവരാണ്, വലിയ കനത്ത ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ മടിച്ചതാണോ എന്നുള്ള ചർച്ചകളെല്ലാം കടക്കുന്നുണ്ട്. പക്ഷേ ശക്തി കേന്ദ്രത്തിൽ തന്നെ പോളിംഗ് കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് UDF-നെ ചിന്തിപ്പിക്കുന്ന ഘടകമാകും എന്നുള്ളതിൽ തർക്കമില്ല. അത് തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഏതായാലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പോളിംഗിന് ശേഷമുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. എന്താണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്? ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് കോൺഗ്രസിനോ UDF-നോ ബാധിക്കില്ല എന്ന് ഉറച്ചു പറയുന്നു, പ്രതീക്ഷയോടെ പറയുന്നു ഹൈബി ഈഡൻ. വോട്ടിംഗ് കുറഞ്ഞതിന് കാലാവസ്ഥ അടക്കമുള്ള കാരണങ്ങളുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് വോട്ടിംഗ് വൈകിച്ചു എന്ന് പറയുന്നു. LDF-ന്റെ വോട്ടുകളും കൃത്യമായി പോൾ ചെയ്തിട്ടില്ല എന്നും ഹൈബി പറഞ്ഞിരുന്നു. ഹൈബിയുടെ വാക്കുകളിലേക്ക് ആദ്യം. ഇത് കോൺഗ്രസിന്റെയോ UDF-ന്റെയോ വിജയത്തെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഏറ്റവും മികച്ച വിജയം എറണാകുളത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതിലൊരു ആശങ്കയും ഞങ്ങൾക്കില്ല. പോൾ ചെയ്യാത്ത വോട്ടുകളെ സംബന്ധിച്ച് 2-3 തരത്തിലുള്ള അനാലിസിസ് ആണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഒന്ന്, മരണപ്പെട്ട കുറേയധികം ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടില്ല. 2, കുറേയധികം ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വിദേശത്ത് പോയിട്ടുണ്ട്. അവർ വോട്ടർ പട്ടികയിൽ ഉണ്ട്. അവർ വോട്ട് ചെയ്യാൻ ന്യൂ വോട്ടേഴ്സിൻ്റെ ടേൺ ഔട്ടിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അനാലിസിസ് ആണ്. ഏതായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിരോധത്തിലാകുന്നത് EP വിഷയം തന്നെയാണ്. അതൊന്നും എറണാകുളം മണ്ഡലത്തിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. KJ ഷൈൻ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയമാണ് എറണാകുളത്ത് ചർച്ചയായതെന്ന് KJ ഷൈൻ പറയുന്നു. പാർട്ടി തനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് പറയുന്ന KJ ഷൈൻ പറവൂർ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമാണെന്നുള്ള അവകാശവാദവും ഉന്നയിക്കുന്നു. ഇലക്ഷനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ലോക്സഭ ഇലക്ഷന് മുഖ്യമായും എല്ലാവരും പ്രചരിപ്പിച്ചത്, എല്ലാവരും സംസാരിച്ചത്. കാരണം അത് തന്നെയാണ് 17 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിന് മുകളിൽ വേറൊരു കാരണവും ആര് പറഞ്ഞാലും ഏൽക്കില്ല. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആളുകൾ ആശങ്കയോടുകൂടി ഇതിനെല്ലാം ഓവർകം ചെയ്ത് വന്നവർ വോട്ട് ചെയ്തിട്ടുണ്ട്.
ഈ പ്രധാന മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെങ്കിലും BJP വോട്ട് കൂട്ടിയ മണ്ഡലമാണ്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അനുകൂലമാകുന്ന രീതിയിലായിരിക്കും ഫലമെന്നുള്ള പ്രതീക്ഷ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനും പ്രകടമാക്കുന്നു. BJP-യുടെ വോട്ട് ചോർന്നിട്ടില്ല. അങ്ങനെയുള്ള ആരോപണങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഒപ്പം എടുത്തു പറയുന്നു മോദി ഫാക്ടറിന്റെ ഫലം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്ന്. ആ വാക്കുകളിലേക്ക് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ എല്ലായിടത്തും കഠിനമായി പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യമായി എനിക്ക് തോന്നിയത്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളെയൊക്കെ അപേക്ഷിച്ചിട്ട് മിക്കവാറും എല്ലാ ബൂത്തുകളിലും തന്നെ അകത്തും പുറത്തും ബൂത്ത് കെട്ടി അയാളിരിക്കാനുണ്ടായിരുന്നു. മുമ്പ് നിങ്ങൾക്കറിയാം BJP-ക്ക് അങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അത്ര സ്ട്രോങ് ആയ രീതിയിലുള്ള ഒരു അടിത്തറയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നു. പിന്നെ 9.5% വോട്ടിൽ ഈ നിയോജക മണ്ഡലത്തിൽ കുറവ് വന്നിരിക്കുന്നു. ഈ പ്രാവശ്യം ഈ 3 ഘടകങ്ങളുടെയും അഭാവമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പെർസെൻറ്റേജ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറയാൻ കാണുന്നത്. പക്ഷെ ഇതൊരു നോർമൽ ഇലക്ഷനാണ് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഇവിടെ എല്ലായിടത്തും ആ നോർമൽ രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങളെ ബാധിച്ചിട്ടേയില്ല എന്ന് പ്രകടമാക്കുന്നു. പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു 3 മുന്നണികളും. യഥാർത്ഥത്തിൽ എന്താണ്, ഏത് തരത്തിലുള്ള ആശങ്കയാണുള്ളതെന്നുള്ള പാർട്ടിയുടെ ഉള്ളറകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയും. ഏതായാലും വിശകലനങ്ങളുമായിട്ട് നവമി ദിനേശൻ നമ്മളുടെ പ്രതിനിധി കൂടി എറണാകുളത്ത് നിന്ന് ചേരുകയാണ്. നവമി, UDF-ന് ഉറച്ച എന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലമാണ് എറണാകുളം. അതേസമയം മാറ്റം വരുത്തുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുകയായിരുന്നു ഇടതുപക്ഷം. വോട്ട് വിഹിതം കൂട്ടുമെന്ന് NDA അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തിരിക്കുന്നു. എന്ത് കണക്ക് കൂട്ടലിലാണ് പാർട്ടികൾ ഈ പോളിംഗിന് ശേഷം? അപർണ, കോൺഗ്രസിനെ നെഞ്ചിലേറ്റുന്ന മണ്ഡലം എന്ന പേരിലല്ലാതെ മറ്റൊരു വിശേഷണവും ചേരാത്ത മണ്ഡലമാണ് എറണാകുളം. ഇതുവരെ നടന്ന 17 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ 3 തവണ ഒഴികെ 14 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് എറണാകുളം പാർലമെന്റിലേക്ക് അയച്ചത്. ഇതിനിടയിൽ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിലും മാറി ചിന്തിക്കാൻ എറണാകുളത്തുകാർ തയ്യാറായിട്ടുമില്ല. കടുത്ത UDF കോൺഗ്രസ് വിരുദ്ധ വികാരം ആഞ്ഞടിച്ച സമയത്തും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും ഗ്രൂപ്പ് കളികളുമാണ് മണ്ഡലം കൈവിട്ടുപോയ ചുരുക്കം ചില സമയങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നപ്പോഴെല്ലാം വൻ ഭൂരിപക്ഷം നൽകിയാണ് എറണാകുളത്തുകാർ അവരെ ജയിപ്പിച്ചു വിട്ടത്. അടിയൊഴുക്കുകളോ അട്ടിമറികളോ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് എറണാകുളം ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഇത്തവണ UDF-നായി ഹൈബി ഈഡൻ, LDF-നായി KJ ഷൈൻ, NDA-ക്കായി KS രാധാകൃഷ്ണൻ, ഒപ്പം 2020-ക്കായി ആന്റണി ജോഡി എന്നിവരായിരുന്നു സ്ഥാനാർത്ഥികൾ. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ദിവസം മുതൽ ഏകദേശം 1.5 മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണത്തിൽ 4 മുന്നണികളുടെയും പ്രചാരണം ശക്തമായി തന്നെ തുടർന്നു. വ്യക്തിഹത്യകളൊന്നും തന്നെ ഇല്ലാതെ വികസനം മാത്രം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണം മാത്രമായിരുന്നു തുടക്കം മുതൽ എറണാകുളത്ത് കണ്ടത്. മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈബി വോട്ട് തേടിയത്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനങ്ങളും കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ 1000 കോടിയുടെ പദ്ധതികളുമൊക്കെ നേട്ടമായി തന്നെയാണ് ഹൈബി ഉയർത്തിക്കാട്ടുന്നത്. സമുദായ സമവാക്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ് എറണാകുളം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾക്ക് കൃത്യമായ സ്വാധീനമുണ്ടെങ്കിലും നിർണായക ശക്തി ജനസംഖ്യയുടെ 53% വരുന്ന ക്രൈസ്തവരാണ്. അതിൽ 45% വരുന്ന ലത്തീൻ സമുദായ വോട്ടർമാരാണ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുക. അതുകൊണ്ട് തന്നെയാണ് ലത്തീൻ സഭാ അംഗവും ടീച്ചറുമായ അധ്യാപികയുമായ KJ ഷൈനെ LDF നിർത്തിയത്. മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. അതുകൊണ്ട് ആ വോട്ടെല്ലാം പെട്ടിയിലാക്കി എന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയുള്ളത്. തൃപ്പൂണിത്തറയിലും പറവൂരിലും വ്യക്തമായിട്ടുള്ള സ്വാധീനമുള്ള BJP ഇത്തവണ 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ലഭിക്കണമെന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് KS രാധാകൃഷ്ണനെ രംഗത്തിറക്കുകയും ചെയ്തത്. മണ്ഡലം പിടിച്ചു ഞെട്ടിക്കാമെന്ന പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും നവമി ദിനേശ്, ഏതായാലും ഇതിനകത്ത് വളരെ വ്യക്തി പ്രഭാവം കൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുള്ള ഒരു നേതാവ് കൂടിയാണ് ഹൈബി ഈഡൻ. ആ പ്രതീക്ഷ UDF-നും കോൺഗ്രസിനുമുണ്ട്. അത് ഏത് തരത്തിൽ തുണയ്ക്കുമെന്ന് പറയുമ്പോഴും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ്
ശതമാനം കുറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു. അതേസമയം പറവൂർ പോലെ ഇടതുപക്ഷത്തിന് ആഭിമുഖ്യമുള്ള കൂടുതൽ അങ്ങനെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ശതമാനം കൂടിയത് LDFന് അനുകൂലമായി വരികയും ചെയ്യുന്നു. ലത്തീൻ സമുദായത്തിൽപ്പെട്ടവരാണ് 2 സ്ഥാനാർത്ഥികളും ഇടത് വലത് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് കൊണ്ട് ഈ വോട്ടുകൾ ആർക്കൊപ്പമായിരിക്കും നിൽക്കുക, ഈ സഭ ആർക്കൊപ്പമായിരിക്കും, സഭാ വോട്ടുകൾ ആർക്കൊപ്പമായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ BJP വോട്ട് വിഹിതം കൂട്ടിയാൽ ഉണ്ടാകുന്ന ചിത്രം എന്താകുമെന്നുള്ളതല്ല. വിശകലനങ്ങളുമായി ഏത് തരത്തിലുള്ളൊരു പൾസാണ്, ഏതെങ്കിലും തരത്തിലൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയായി നമുക്കൊപ്പം ചേരും മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി ഇടവേളയ്ക്ക് ശേഷം. നേതാവ് സന്ദീപ് എറണാകുളം മണ്ഡലത്തിന്റെ പെട്ടിയിൽ എന്തായിരിക്കും ജൂൺ 4 ശേഷം എന്നത് ചോദിക്കുന്നു. വോട്ട് പെട്ടിയിൽ എന്ത്? മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആനന്ദ് കൊച്ചുകൂടി, വളരെ പ്രധാനമായിട്ട് പോളിംഗ് ശതമാനം സംസ്ഥാനത്തുടനീളം കുറഞ്ഞിരുന്നു. ആ തരത്തിൽ എറണാകുളത്തും കുറഞ്ഞിരുന്നു. അതങ്ങനെ തന്നെ കണ്ടാൽ മതിയോ? പ്രധാനമായിട്ടും UDFന്റെ ശക്തി കേന്ദ്രമായ എറണാകുളം നിയോജക മണ്ഡലത്തിലടക്കം വോട്ടിംഗ് കുറഞ്ഞത് അത് UDFനെ ആശങ്കയിലാക്കുന്നുണ്ടോ? അതോ ചൂടാണ്, നഗരത്തിൽ പൊതുവെ വോട്ട് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു മടി ഉണ്ടാകും, അങ്ങനെ ഏതെങ്കിലും ഒരു കാരണമൊക്കെ വിലയിരുത്തുന്നുണ്ടാകുമോ പാർട്ടി? എറണാകുളം മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞത് UDFനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഈ വോട്ടിംഗ് നടക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പൊ സൂറത്തിലൊക്കെ സംഭവിച്ചതുപോലെ ഇലക്ഷന് മുമ്പേ ജയിച്ചു എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഹൈബിയുടെ. അങ്ങനെ അല്ല എന്ന് LDFകാർ പറയുമെങ്കിലും അവർ രഹസ്യമായിട്ട് അവരും സമ്മതിക്കും. അതായത് ഇവിടെ എന്തൊക്കെ കളികൾ കളിച്ചാലും അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഇപ്പൊ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ ഹൈബിക്ക് തന്നെയാണ്. അത് ചെറിയ മുൻതൂക്കമല്ല, വലിയൊരു മുൻതൂക്കമുണ്ട്. അതിന് ഇപ്പോ ഈ തവണ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി KJ ഷൈൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ P രാജീവിനെ പോലെ ഒരു അധികായനെയാണ് നിർത്തിയത്. അദ്ദേഹത്തിന് വളരെ മോശം ഒരു പ്രകടനമാണ് നടത്താൻ പറ്റിയത്. ഈ KJ ഷൈൻ എന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എല്ലാ ചാനലുകാരും പത്രപ്രവർത്തകരും ഒക്കെ നെട്ടോട്ടം ഓടുകയായിരുന്നു. ആരാണ് ഈ KJ ഷൈൻ? ഇവരൊരു വനിതയാണോ പുരുഷനാണോ എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നെ പറവൂരൊക്കെ ബേസായിട്ടുള്ള ആൾക്കാർക്ക് ചിലർക്ക് അറിയാമായിരുന്നു അവര് ഒരു നഗരസഭ പ്രതിനിധിയാണ് എന്നൊക്കെ. പക്ഷേ എങ്കിലും അന്ന് ഗോവിന്ദൻ മാഷ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് KJ ഷൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പറയുന്നു ടീച്ചർ. അതായത് അത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. എറണാകുളത്ത് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് CPM ഇതുപോലെ പല ആൾക്കാരെയും കണ്ടുപിടിച്ച് കൊണ്ടുപോയി നിർത്താറുണ്ട്. ചില ഡോക്ടർമാരെ ആശുപത്രികളിൽ നിന്ന് കൊണ്ടുപോയി പിടിച്ചു നിർത്തും. പക്ഷെ അവരുടെയൊക്കെ കാര്യം വളരെ മോശം ആയിട്ട് തന്നെ സംഭവിക്കുകയാണ്. അവരെല്ലാം വളരെ മോശം തോൽവികൾ ഏറ്റുവാങ്ങാനാണ് അവരുടെയൊക്കെ വിധി. ഇപ്പോൾ UDFന്റെ കാര്യം, ഇപ്പോൾ പോളിംഗ് മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ചൂട് ഒരു ഘടകമാണ്. പിന്നെ ഹൈബി ജയിക്കും എന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ട് ചില UDF വോട്ടർമാരൊക്കെ വിട്ടുനിന്നു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ എന്തായാലും വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഹൈബി ജയിക്കും എന്ന് വിചാരിച്ച് കുറേ പേരൊക്കെ വോട്ട് ചെയ്യാതെ നിന്നിട്ടുണ്ടാകും. അങ്ങനെ കുറച്ച് UDFന് വോട്ടിംഗ് ശതമാനത്തിൽ അവർക്ക് കുറച്ച് വോട്ടുകൾ കുറയാനും ഭൂരിപക്ഷം കുറയാനും ഒക്കെ ചിലപ്പോൾ കാരണമാകാം. പക്ഷെ എന്ന് വെച്ചും ഇവിടെ LDFന് ഏതെങ്കിലും തരത്തിൽ സാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ തവണ രാജീവിന്റെ സുഹൃത്തായ എനിക്ക് പരിചയമുള്ള ഡൽഹിയിലെ ഒരു വലിയ പത്രപ്രവർത്തകൻ ഇവിടെ വന്ന് രാജീവിന്റെ കൂടെ ഒരു ദിവസം മുഴുവൻ സഞ്ചരിക്കുകയും വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നമുക്കെല്ലാം അറിയാം അന്ന് രാജീവ് ഇവിടെ ജയിക്കുമെന്നൊക്കെയായിരുന്നു ആൾക്കാർ പ്രചരിപ്പിച്ചിരുന്നത്. ഇവിടെ എറണാകുളത്ത് രാജീവ് ഒരു സീനിയർ നേതാവായി മാറിയതിനു ശേഷം, ജില്ലാ സെക്രട്ടറിയായി മാറിയതിനു ശേഷം രാജീവ് ഇവിടെ ജയിക്കും, അല്ലെങ്കിൽ ഇവിടെ ഈ ലത്തീൻ സമുദായത്തിൽ നിന്ന് എന്തിനാണ് സ്ഥാനാർത്ഥി എന്നൊക്കെയാണ് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നത്. ഇത്തവണ വീണ്ടും UDFനെ പോലെ തന്നെ LDFും ഒരു ലത്തീൻ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് തന്നെയാണ് ഈ KJ ഷൈൻ ടീച്ചറെ നിർത്തിയിരിക്കുന്നത്. KJ ഷൈൻ ടീച്ചറുടെ ഈ കാൻഡിഡസി വളരെ അവിചാരിതമായി സംഭവിച്ചതാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഇവര് കുറെ ദീർഘകാലമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച ആളൊന്നുമല്ല. കൊല്ലത്ത് CS സുജാത എന്ന സ്ഥാനാർത്ഥിയെ അവസാനം വരെ പരിഗണിച്ച് ചില പ്രത്യേക കാരണങ്ങളാൽ തോമസ് ഐസക്കിന് ചാലക്കുടിയിൽ മത്സരിക്കാൻ പറ്റില്ല, പത്തനംതിട്ട തന്നെ വേണം എന്ന് വാശി പിടിച്ചതിന്റെ
പശ്ചാത്തലത്തിലാണ് പക്ഷേ അപ്പോഴും സുജാതയുടെ പരിപൂർണമായിട്ട് ഇടതിന്റെ സാധ്യത തള്ളുമ്പോൾ പോലും ഇടത് കേന്ദ്രങ്ങൾക്ക് പ്രാമുഖ്യമുള്ള പറവൂരിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒപ്പം ഈ പറഞ്ഞ പോലെ ലത്തീൻ വോട്ടുകൾ അത് ആർക്ക് സഹായകമാകും എന്നുള്ളത് അത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ത്രീ വോട്ടർമാർ കൂടുതൽ വോട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഘടകവും ഇടത് പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വർക്കൗട്ട് ആയിട്ടില്ല 2019 താരതമ്യപ്പെടുത്തുമ്പോൾ എന്നുകൂടിയാണോ? ഇവിടെ LDFന് ഏത് ഘടകമാണ് വർക്കൗട്ട് ചെയ്യാൻ സാധ്യത എന്ന് ചോദിച്ചാൽ അവരൊരു ലത്തീൻ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സാമുദായികമായിട്ടുള്ള ആ ഒരു ഘടകം അവർക്ക് അനുകൂലമാണ്. അത് ഹൈബിയുടെ സ്ഥാനാർത്ഥിത്വം പോലെ അല്ലെങ്കിൽ 2020 സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം പോലെ ഇവരും ഒരു ലത്തീൻ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള അംഗമാണ്. പിന്നെ ഇവർക്ക് ഈ പറവൂരൊക്കെ കുറച്ച് വോട്ടുകൾ കൂടുതൽ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. അടുത്ത തവണ ഇവർക്ക് വേണമെങ്കിൽ സതീഷിനെതിരെയൊക്കെ പറവൂര് LDFന് നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അവർക്ക് ഇപ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ അവരുടെ ക്യാമ്പയിൻ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനും പ്രസംഗിക്കാനും ഒക്കെ കഴിയുന്നുണ്ട്. ഇപ്പോൾ CPM ഇവിടെ പലപ്പോഴും അവതരിപ്പിക്കാറുള്ള ഡോക്ടർമാർ അവർക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും വലിയ വശമില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് പ്രസംഗിക്കാനും അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് സംവദിക്കാനും ഒക്കെ ഉള്ള ഒരു പരിചയക്കുറവ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെയുള്ള പ്രശ്നം ഇവരൊരു ജനപ്രതിനിധി ആയിരുന്നതുകൊണ്ടും ഒരു കൗൺസിലർ ആയിരുന്നതുകൊണ്ടും ഇവർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നേരിട്ടില്ല. ഇവർ വളരെ നന്നായി ഇവർക്ക് കിട്ടിയ സമയം കൊണ്ട് ജനങ്ങളുമായിട്ട് നന്നായി സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഇവർക്ക് പറ്റി. ഇവരുടെ കൺവെൻഷനുകളിലെ പ്രസംഗങ്ങളും എല്ലാം വളരെ മികച്ചതായിരുന്നു. രാഷ്ട്രീയ കണ്ടന്റുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയം സംസാരിക്കാൻ അറിയാവുന്ന ഒരു വനിത എന്ന രീതിയിൽ ഇവരുടെ ക്യാമ്പയിൻ കാര്യമായി ഷൈൻ ടീച്ചറുടെ ക്യാമ്പയിൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നെ ഇവിടെ വേറെ ഏതെങ്കിലും ഘടകങ്ങൾ CPMന് വർക്കൗട്ട് ആകാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ സംശയമാണ്. കാരണം ഈ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് എറണാകുളം പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇറങ്ങി അത് പൊതുജനങ്ങളോട് ചോദിച്ചാൽ അവരൊരു മടിയുമില്ലാതെ ആ കാര്യം തുറന്നു പറയും. കാരണം ഇവിടെ കണ്ണൂരോ കാസർഗോഡോ അല്ലെങ്കിൽ മലബാർ പ്രദേശത്ത് CPMന് ആധിപത്യമുള്ള ഒരു സ്ഥലമല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമാണ്. പക്ഷെ എങ്കിൽ പോലും ഷൈൻ ടീച്ചർ അതിനെയൊക്കെ വകവയ്ക്കാതെ വളരെ ഊർജ്ജസ്വലയായി ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്ന ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കാനും ഇടതുപക്ഷത്തിന്റെ സ്ഥിതി ആ തരത്തിലാണെങ്കിൽ NDAയുടെ പ്രതീക്ഷകളും ഒരു വശത്തുണ്ട്. കഴിഞ്ഞ തവണ 1.38 ലക്ഷം വോട്ടൊക്കെ കിട്ടി അൽഫോൺസ് കണ്ണന്താനത്തിന് NDAയുടെ സ്ഥാനാർത്ഥി. ഇത്തവണയും ഉറ്റുനോക്കുന്നുണ്ട്. അത് വോട്ട് ശതമാനം കൂട്ടാൻ കഴിയുമെന്ന് തന്നെയാണ്. ഈ ധീവര വോട്ടുകൾ ആർക്ക് പോയിട്ടുണ്ട്, തൃപ്പൂണിത്തുറ പോലെയുള്ള മണ്ഡലങ്ങൾ അതെങ്ങനെ വോട്ട് ചെയ്തു, ഇതൊക്കെ NDA നോക്കുന്നുണ്ട്. വോട്ട് ശതമാനം BJPക്ക് NDAക്ക് കൂടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? BJP സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ അദ്ദേഹം എറണാകുളം നഗരത്തിൽ വളരെ സുപരിചിതനായ ഒരു ആളാണ്, ഒരു മുഖമാണ്. അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനായും ഇവിടെ ചാവറ കൾച്ചറൽ സെന്ററിലും അല്ലെങ്കിൽ ടൗൺ ഹാളിലും ഒക്കെ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ പല പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരു സ്ഥിര സാന്നിധ്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു പരിചയക്കുറവൊന്നും ആർക്കുമില്ല. താമസിച്ചാണ് NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും അത് ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് കാര്യമായിട്ട് BJPയുടെ വോട്ട് ആ ഒറ്റ കാരണം കൊണ്ട് ചോരും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ തവണ രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ പിടിച്ച അത്രയും വോട്ട് ഇവിടെ കിട്ടുമോ? കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനത്തിന് ഇവിടെ 1,38,000 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടുക എന്നുള്ളത് ശരിയാണ്, അത് അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കും. പക്ഷെ അപ്പോഴും കഴിഞ്ഞ തവണ അദ്ദേഹം ആലപ്പുഴയിൽ നടത്തിയ പ്രകടനം വളരെ മികച്ചതായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. അങ്ങനെ ഒരു വോട്ട് വർധന ഒരു 2 ലക്ഷത്തിലേക്കൊക്കെ ഇവിടെ എറണാകുളത്ത് എത്തിക്കുക എന്നുള്ളത് ഞാൻ അത്ര എളുപ്പമായിട്ട് കാണുന്നില്ല. ഈ 1.38 എന്നുള്ളത് ഒരു 1.50 ആ ഒരു സംഖ്യയിലേക്കൊക്കെ എത്തിക്കാൻ എന്തായാലും അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ നിലവിലുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് എന്തായാലും അത്രയും വോട്ടുകൾ എന്തായാലും അദ്ദേഹത്തിന് പിടിക്കാനും കുറച്ചധികം വോട്ടുകൾ അത് 1.50 മുകളിൽ എത്ര അദ്ദേഹം കൂട്ടിയാലും അത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തി
പരമായി അദ്ദേഹം നേടുന്ന വോട്ടുകളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹത്തിന് ഇവിടെ എറണാകുളം മണ്ഡലത്തിലുള്ള അദ്ദേഹം ഇവിടെ ചേരാനല്ലൂർ ഭാഗത്ത് വീട് വെച്ച് താമസിക്കുന്ന ഒരു കുറെ കാലമായിട്ട് അദ്ദേഹം ഈ പൊതുമണ്ഡലത്തിലുണ്ടെങ്കിലും കുറെ നാളുകൾ അദ്ദേഹം ഒരു കോൺഗ്രസ് സഹയാത്രികനായിരുന്നു. അപ്പോൾ ആ കാരണത്താൽ കുറച്ച് കോൺഗ്രസ് വോട്ടുകളൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ചെറിയ തോതിലെങ്കിലും കുറച്ച് കോൺഗ്രസ് വോട്ടുകളൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു പ്രത്യേക ഒരു BJPയുടെ ഇതൊരു പരീക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ലത്തീൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അൽഫോൻസ് കണ്ണന്താനത്തിന് നിർത്തിയാൽ അദ്ദേഹം ലത്തീൻ സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം ഒരു സുറിയാനി കത്തോലിക്കനാണ്, കാഞ്ഞിരപ്പള്ളിക്കാരൻ. അപ്പോൾ അദ്ദേഹം ലത്തീൻ അല്ല, പക്ഷെ ക്രിസ്ത്യൻ ആയിരുന്നു. ഇത്തവണ അനിൽ ആന്റണിയുടെ പേരും തോമസ് ഐസക്കിന്റെ പേരും ഒക്കെയാണ് ഇവിടെ കേട്ടത്. പക്ഷേ ഇവിടെ മറ്റ് 3 സ്ഥാനാർത്ഥികൾ 3 പേരും ലത്തീൻ ക്രിസ്ത്യാനികളാണ്. ഇദ്ദേഹം ഒരു ഹിന്ദുവാണ്, ഹിന്ദു സ്ഥാനാർത്ഥിയാണ്. രണ്ടാമത് ഇദ്ദേഹം ഒരു ധീവരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു 2 ലക്ഷം വോട്ടൊക്കെ പിടിക്കാൻ പറ്റും എന്നാണ് BJPയുടെ നേതാക്കൾ നമ്മളോട് ഇവിടെ പറയുന്നത്. അത് നേടുകയാണെങ്കിൽ അത് അസാധ്യമൊന്നുമല്ല, അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എത്രമാത്രം അദ്ദേഹത്തിന് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കുറച്ച് താമസിച്ചാണ് അദ്ദേഹത്തിന്റെ കാൻഡിഡസി അനൗൺസ് ചെയ്തത്. ആദ്യം BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് ശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്ന് 4 സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുന്ന ആ 4 സ്ഥാനാർത്ഥികളിൽപ്പെട്ട ആളാണ് ശ്രീ KS രാധാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു 2 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പരീക്ഷണം എറണാകുളത്ത് അദ്ദേഹം നടത്തിയിട്ട് അദ്ദേഹത്തിന് എത്രമാത്രം വോട്ട് പിടിക്കാൻ പറ്റും? അതുമാത്രമല്ല, BJPയുടെ മുതിർന്ന നേതാക്കൾ നമ്മളോട് പറയുന്നത് ഇനി ഭാവിയിലേക്ക് BJP ഈ മണ്ഡലം മാറുന്ന ഒരു കാര്യം വലിയ തോതിൽ അവർ നടപ്പാക്കില്ല. ഒരു സ്ഥാനാർത്ഥി ഒരു മണ്ഡലത്തിൽ തന്നെ നിർത്തി 3-4 തവണ നിർത്തിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ 2 തവണ 3 തവണയൊക്കെ നിർത്തിയിട്ടാണെങ്കിലും വോട്ട് കൂട്ടി താരതമ്യേന വോട്ടുകൾ വർദ്ധിപ്പിച്ച് ജയിക്കാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് BJPയുടെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. അത് കൊണ്ട് തന്നെയാണ് പല സ്ഥാനാർത്ഥികളും ഇത്തവണ MT രമേശ് കോഴിക്കോട്, TN സരസു ആലത്തൂർ, അല്ലെങ്കിൽ പ്രഫുൽ കൃഷ്ണൻ വടകര, ഇതുപോലെയൊക്കെയുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ സ്വന്തം മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങലിൽ V മുരളീധരൻ, അദ്ദേഹം ഇത്തവണ തോറ്റാലും അടുത്ത തവണയും അവിടെ നിന്ന് തന്നെ മത്സരിക്കുക, അല്ലാതെ ഈ മണ്ഡലം മാറുന്ന പ്രവണത ഇനി അധികം ഉണ്ടാകില്ല എന്നാണ് BJPയുടെ നേതാക്കൾ നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ KS രാധാകൃഷ്ണന്റെ പരീക്ഷണം നല്ല പരീക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. വോട്ട് വർദ്ധിപ്പിക്കാവുന്ന ഒരു പരീക്ഷണം തന്നെയാണ്. അപ്പോൾ അത് ഒരു 2 ലക്ഷത്തിലേക്ക് അദ്ദേഹം ഇവിടെ വോട്ട് പിടിച്ചാൽ അത് കോൺഗ്രസിനോ അല്ലെങ്കിൽ LDFനോ വലിയ തോതിലുള്ള ഒരു പക്ഷത്ത് നിന്ന് തന്നെ വരും എന്ന് ഞാൻ കരുതുന്നില്ല. അത് 2 പക്ഷത്തു നിന്നും KS രാധാകൃഷ്ണൻ വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നൊക്കെ കാര്യമായിട്ട് അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ആനന്ദ് കൊച്ചുകൂടിയാണ് വിശകലനങ്ങൾ നടത്തിയത്. ഇന്ന് നമ്മൾ പോയത് പ്രധാനമായിട്ടും വയനാട്, എറണാകുളം പോലെ UDFന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള മണ്ഡലചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസിനൊപ്പം UDFനൊപ്പം നിന്ന 2 മണ്ഡലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വന്ന വിശകലനങ്ങളിൽ നിന്ന് പ്രവചിക്കാനില്ല. ജൂൺ 4 കൃത്യമായിട്ടുള്ള വിവരമറിയാം. എങ്കിലും ഇതുവരെയുള്ള ഒരു പൾസ് അനുസരിച്ച് ഒരു അട്ടിമറിക്കുള്ള സാധ്യത അവിടെ UDF കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പോളിംഗ് ശതമാനം വ്യക്തമായി കുറഞ്ഞിട്ടുണ്ട്. അത് ഭൂരിപക്ഷത്തിൽ കുറവ് വരുത്താനിടയാകും എന്ന് UDF കണക്ക് കൂട്ടുന്നു. അതേസമയം ഇടത് പക്ഷം 2 സ്ഥലങ്ങളിലും കൃത്യമായ പ്രചാരണം നടത്തിയിട്ടുണ്ട്. വോട്ട് വിഹിതം കൂട്ടും, ഭൂരിപക്ഷം ഉറപ്പാക്കാൻ, കൂടുതൽ വോട്ടുകൾ ഉറപ്പാക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമുണ്ട്. വയനാടാണെങ്കിലും ശരി, എറണാകുളമാണെങ്കിലും ശരി, BJP കഴിഞ്ഞ തവണ നേടിയതിനേക്കാളും വോട്ട് ഇത്തവണ നേടും എന്നുള്ള കണക്ക് കൂട്ടലുകൾ പാർട്ടിയുടെ ആഭ്യന്തര ചർച്ചകളിലും റിപ്പോർട്ടുകളിലും വരികയും ചെയ്യുന്നു. ഏതായാലും ഇനിയുമുണ്ട് 4 മണ്ഡലങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ പൂർണ്ണമാക്കിയത്. ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. എന്താണ് പോളിംഗിന് ശേഷമുള്ള മണ്ഡലത്തിലെ പൾസ് എന്ന് നോക്കാം. നാളെ വീണ്ടും ഇതേ സമയം കാണാം. വോട്ട് പെട്ടിയിൽ എന്തായിരിക്കും? നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ
Indian Institute of Commerce, Lakshya. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change. Be the future. With Jain deemed to be University, Kochi. മന്ത്രി